എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ എല്ലാവരും ട്രെയിനിങ്ങിനായിട്ട് ഗ്രൗണ്ടിലേക്ക് വരും. അപ്പൊ ഉറക്കം തൂങ്ങി മാസ്റ്റർ അവിടേക്ക് വന്ന് എത്ര പേര് വന്നിട്ടുണ്ട്, എല്ലാവരും റെഡിയാണോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് ചോദിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇപ്പൊ എൻഡവറും നമ്മുടെ ചിരിക്കുട്ടനും അവർ രണ്ടുപേരും ഒരുമിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് നടന്നു വരും. എൻഡവർ അവിടേക്ക് വന്ന് ഇപ്പൊ ടോഡ്രോക്കിയെ നോക്കി അവന്റെ പേര് അത് വിളിച്ചു പോവും. ടോഡ്രോക്കി. അത് കേട്ട് എല്ലാവരും ഷോക്കായി ആളെ തന്നെ നോക്കും. ഇവിടെ ടോഡ്രോക്കിക്ക് പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. കട്ട് ചെയ്ത എൻഡവറിന് ടോഡ്രോക്കി ഒരുപാട് ഇഷ്ടമാണ്. ടോഡ്രോക്കി എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും എൻഡവർ ആളവനെ അവോയ്ഡ് ചെയ്യാൻ തയ്യാറാവില്ല. തന്റെ മകൻ തന്നെ കളിയാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവൻ ഈ ബാറ്റിൽ ജയിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും. അതേസമയം ബാക്കിയുള്ളവര് ഇപ്പൊ എൻഡവറിന്റെ സൗണ്ട് കേട്ട് പേടിച്ചങ്ങനെ നിൽക്കും. പക്ഷെ ഇനസയ്ക്ക് മാത്രം എൻഡവറിനോട് ഭയങ്കര വെറുപ്പാണ്. കാരണം അവന്റെ ഉള്ളിൽ ഇപ്പോഴും എൻഡവർ ഓട്ടോഗ്രാഫ് ചോദിച്ചപ്പോ അവനെ തട്ടി മാറ്റിയ ആ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഉള്ളത്. പക്ഷെ ചിരിക്കുട്ടൻ ആളെ കാണുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവും. അപ്പ കേമി പെണ്ണ് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അവള് പറയും, ഇന്നത്തെ ബാറ്റില് ഞാനും ഉണ്ട്. ആക്ച്വലി കഴിഞ്ഞ ബാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അത് ഞാനായിരുന്നില്ല, മറിച്ച് ആ വില്ലത്തിയാണ്. സോ ഇത്തവണ ഉറപ്പായിട്ടും ഞാൻ മത്സരിച്ച് ഈ ഒരു ലൈസൻസ് അത് ഞാൻ നേടിയെടുക്കും. അപ്പൊ അവിടേക്ക് ഇപ്പൊ ഓർഗ കടന്നു വരും. ആള് പറയും, ഞാനാണ് ഈ ബാറ്റില് നിങ്ങളുടെ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതനുസരിച്ച് മാത്രം നിങ്ങളുടെ മത്സരം അത് മുൻപോട്ട് കൊണ്ടുപോവുക. ഈ ഒരു ബാറ്റില് അത് നിങ്ങളുടെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും നല്ല പവർഫുൾ ആയിട്ട് ഫൈറ്റ് ചെയ്യണം. അതിന് സ്റ്റുഡൻസ് യെസ് സാർ എന്ന് നിലവിളിച്ചു പറയും. അവരുടെ ശബ്ദം അതാ ഗ്രൗണ്ട് മുഴുവൻ ഇപ്പൊ അങ്ങനെ മുഴങ്ങാൻ തുടങ്ങും. മാസ്റ്റർ ഇപ്പോ ഓരോരുത്തരോടായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ഫൈറ്റ് ചെയ്ത നമ്മുടെ 3 ആശാമാരെയും ഇപ്പൊ ഒരു ടീമാക്കും. എന്നിട്ട് അവർക്ക് 3 പേർക്കും ഓപ്പണന്റ് ആയിട്ട് ഇപ്പൊ കേമി പെണ്ണിനെ കൊടുക്കും. മാസ്റ്റർ വീണ്ടും ഇപ്പൊ നിലവിളിച്ചു പറയും, നിങ്ങൾ 3 പേരും റെഡി ആയിട്ടിരിക്കണം. ഈ ബാറ്റില് നിങ്ങൾ ആരെങ്കിലും തോറ്റുപോയാ ഉറപ്പായിട്ടും ഞാൻ തൂക്കിയെടുത്ത് ദൂരെ എറിയും. ചപ്പർത്തലേനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഹാപ്പി. അവ ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അപ്പ മാസ്റ്റർ പറയും, നിങ്ങൾ ആദ്യം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു പടയുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും അടുത്ത് കാണുന്ന ആ ഡോറിന് മുന്നിലേക്ക് വരിക. നമ്മുടെ ആൾക്കാര് അവരിപ്പോ സ്റ്റൈലായിട്ട് ആ ഡോറിന്റെ മുൻപിലേക്ക് വരും. അപ്പ ആ ഡോർ തുറന്ന് ഒരുപാട് കാക്കിരി പീക്കിരി പിള്ളേര് അവർ ഓടിയെത്തും. പിള്ളേരെ കണ്ട് വണ്ടടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാര് പരസ്പരം നോക്കും. അപ്പ ആ കുട്ടികളുടെ ടീച്ചർ ആളിത് കണ്ട് ഇപ്പൊ ഒരുപാട് ടെൻഷനായിട്ട് കരയാൻ തുടങ്ങും. അതിന് മാസ്റ്റർ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടികള് അവര് സേഫാണ്, അവർക്കൊരു പോറല് പോലും പറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് കേൾക്കുമ്പോ ആ ടീച്ചർക്ക് ആൾക്ക് ഒരുപാട് സന്തോഷാവും. ഇവിടെ ചപ്രത്തലയൻ അവന് കലി കയറി, ആരാ ഇപ്പൊ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നേ? ധൈര്യമുള്ളവര് എന്റെ നേർക്ക് നേരെ വാ. അപ്പൊ അത് കേട്ട് ഒരു ചിന്ന പയ്യൻ അവൻ പേടിച്ചു വരച്ച് ഇപ്പൊ ട്രൗസറും പൊക്കി ഓടും. അപ്പൊ അതില് പർപ്പിൾ കോട്ടിട്ട ഒരു കുഞ്ഞി പയ്യൻ അവൻ പറയും, ഒരു പക്ഷേ നിങ്ങൾ കടലിന് മേലെ കൂടെ നടക്കുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ രോമത്തെ പോലും തൊടാൻ നിങ്ങളെ കൊണ്ടാവില്ല, കാരണം ഞങ്ങള് അത്രയ്ക്കും പവർഫുൾ ആണ്. അത് കേട്ട് ചപ്രത്തലേന് അവന് കലി കയറി വരും. അപ്പൊ മറ്റൊരു ചെക്കൻ അവൻ ടോഡ്രോക്കിയുടെ അരയില് എന്തോ ഒരു ചെറിയ കുപ്പി തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണും. അപ്പാ ചെക്കൻ ആ കുപ്പിയിൽ തട്ടി നോക്കും, ഇതെന്താ മൂക്കുപൊടിയാണോ? അതിനാദ്യം ടോഡ്രോക്കി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. പക്ഷെ അവൻ വീണ്ടും വീണ്ടും അതിൽ തട്ടിക്കൊണ്ടേയിരിക്കും. അത് കേട്ട് ടോഡ്രോക്കി അവൻ സർവ്വക്ഷമയും സംഭരിച്ച് ഇപ്പൊ അവനോട് പറയും, ഇത് ആക്ച്വലി മൂക്കുപൊടിയൊന്നും അല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും പരുക്ക് പറ്റിയ ഈ ഒരു മെഡിസിൻ അത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ മുറിവ് അത് ഹീലാവും. അത് കേട്ട ചെക്കൻ, അങ്ങനെയാണെങ്കിൽ ഈ മരുന്ന് അത് നീ തന്നെ യൂസ് ചെയ്യുന്നു പറഞ്ഞ് ചാടി വന്ന് ടോഡ്രോക്കിയുടെ മോന്തയ്ക്ക് തന്നെ ഇപ്പൊ ഒരൊറ്റ ഇടി. കട്ട് ചെയ്ത ഇനസ അവൻ ഇപ്പോഴും എൻഡവറിനെ തന്നെ നോക്കി അങ്ങനെ മുരച്ചു നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവന്റെ തൊട്ടു താഴെ ആ കുഞ്ഞി പിള്ളേര് അവരവനെ അറഞ്ചം പൊറഞ്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവനത് അറിയുന്നു പോലും ഇല്ല. മറ്റൊരു ഭാഗത്ത് കേമി അവളുടെ തൊട്ടു മുൻപിലായിട്ട് 5-6 ചെറിയ പെൺകുട്ടികള് അവരവളെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇപ്പൊ എന്തൊക്കെയോ പരദൂഷണമൊക്കെ പരസ്പരം പറയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇസുക്ക് പയ്യൻ അവന്റെ അരയിലുണ്ടായിരുന്ന ആ ബോംബ് അഴിച്ചെടുത്ത് പിള്ളേര് അവർ ഉഷാറായിട്ട് ഇപ്പൊ മുൻപോട്ട് ഓടും. ഇവിടെ ആ ടീച്ചറിന് അതൊക്കെ കാണുമ്പോ ഒരുപാട് വിഷമാവും. ടീച്ചർ പറയും,
ഇവരെപ്പോഴും ഇങ്ങനെയാണ്. ക്ലാസ് കഴിയുമ്പോഴെങ്കിലും ഇവര് നന്നാവും എന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ ഇതുവരെ അവർക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതേ സമയത്ത് അവരുടെ മാസ്റ്റർ ആള് നിലവിളിച്ചു പറയും, നിങ്ങളുടെ ടാസ്ക് അത് മറ്റൊന്നുമല്ല, ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചും അവരുടെ കൂടെ നിൽക്കുക. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ നല്ല കലിപ്പ് വരും. പക്ഷെ മൈക്കിനാണെങ്കിൽ അത് കാണുമ്പോ ഇപ്പൊ വല്ലാത്ത ബോറടിക്കും. മൈക്ക് ഉടനെ അവിടെ ഉണ്ടായിരുന്ന മൈക്ക് എടുത്ത് ഇപ്പൊ വമ്പ കമന്ററി ഒക്കെ കൊടുക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ആ പിള്ളേര് അവര് പരസ്പരം കഥയൊക്കെ പറഞ്ഞ് കളിച്ചും രസിച്ചും അങ്ങനെ ഓടി നടക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ എൻഡവർ ആള് ചിരിക്കുട്ടനോട് പറയും, നീ പോയതിനു ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സൊസൈറ്റിയിൽ ഒരുപാട് ഫൈറ്റ് ഒക്കെ ചെയ്ത് എത്രയോ ആൾക്കാരെ രക്ഷപ്പെടുത്തി. പക്ഷെ എപ്പോഴും നിന്നെയാണ് ജനങ്ങളെല്ലാവരും നമ്പർ 1 സൂപ്പർ ഹീറോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഉത്തരം നിനക്കറിയോ? അപ്പൊ അതേസമയം ഇവിടെ ആ പിള്ളേര് അവരിപ്പോ നമ്മുടെ ആൾക്കാരെ ഇക്ഷ, ഇന്ന, ഇത്ര എന്നിങ്ങനെ എല്ലാ അക്ഷരങ്ങളും വരപ്പിക്കാൻ തുടങ്ങും. ടീച്ചർ ആണെങ്കിൽ നിർത്താതെ കരയും. അത് കണ്ട് മൈക്ക് ആ മൈക്കുമായിട്ട് വന്നു പറയും, ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനാ ടീച്ചർ പറയും, ഒരുപാട് ദിവസമായി ഇവരെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവരുടെ പവർ അത് കൂടാൻ തുടങ്ങിയതിന് ശേഷം ഇവരെല്ലാവരും ഇങ്ങനെയാണ്. അവർക്ക് എന്നെയാണെങ്കിൽ തീരെ ഇഷ്ടമല്ല. പ്രായത്തിന് മൂത്ത ആരെ കണ്ടാലും അവർ ഇതുപോലെ തന്നെ വളരെ ബാഡായിട്ടായിരിക്കും അവരോടും പെരുമാറുക. അത് കേട്ട് ചപ്രത്തലയൻ അവൻ പറയും, ഇവരുടെ എല്ലാവരുടെയും ഒരു ഗ്യാങ് ലീഡർ ഉണ്ടാവും. അവനെ പിടിച്ച് 4 പൂച്ച പൂശിയ പിന്നെ ഈ പിള്ളേര് അവര് പേടിച്ചു വരച്ച് ഒരു മൂലയ്ക്ക് നിന്നോളും. അവന്റെ ഐഡിയ കേട്ട് ആ പിള്ളേര് പോലും ഇപ്പൊ കാർപ്പിച്ച് തുപ്പും. അപ്പോഴായിരിക്കും ഇനസപ്പയ്യന് ഒരു ബുദ്ധി വിളിച്ചുണ്ടാവുക. അവൻ ചോദിക്കും, ഞാൻ 2 തവണ കൈയടിക്കും, അതിനുള്ളില് എന്നോട് ഫ്രണ്ടാവാൻ താല്പര്യമുള്ളവര് എന്റെ അടുത്തേക്ക് ഓടി വരണം. അവൻ അത്രയും പറഞ്ഞ് ഇപ്പൊ കൈയടിക്കും. അപ്പൊ 2 കുട്ടികൾ വന്ന് അവനിപ്പോ കൈ കൊടുക്കും. അത് കണ്ട് അവൻ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ ആ 2 പിള്ളേരും അവരുടെ കൈ ചുരുട്ടി അവന്റെ സെൻട്രൽ ബോൾട്ടിന് തന്നെ ഒരൊറ്റ ഇട്ടി അവൻ പറന്നുപോയി ഇപ്പൊ തെറിച്ചു വീഴും. കട്ട് ചെയ്ത എൻഡവർ ഇപ്പൊ വീണ്ടും എന്തൊക്കെയോ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് ചിരിക്കുട്ടനെ വീണ്ടും വീണ്ടും കുത്തുവാക്കൊക്കെ പറഞ്ഞ് ഇപ്പൊ അങ്ങനെ വിഷമിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ടോഡറോക്കി ഇത്തവണ അവൻ കളത്തിലിറങ്ങി ഇപ്പൊ ഇനസ പയ്യനെ ആ കുട്ടികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ആ ഗോർലയായിട്ട് കളിക്കാൻ ഇഷ്ടാണോ? ഇഷ്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവനുമായിട്ട് കളിക്കാം. പക്ഷെ ഇനസക്കാണെങ്കിൽ അത് കേട്ട് യാതൊരു ഫീലിങ്സും ഉണ്ടാവില്ല. അപ്പൊ ടോഡറോക്കി ഇപ്പൊ അടുത്തായിട്ട് കുറച്ച് ഇമോഷണലി അവരോട് സംസാരിക്കാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ തന്നെ ആ പിള്ളേര് പൊട്ടിച്ചിരിക്കും. അങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ പിള്ളേരെ അവരെ കയ്യിലെടുക്കാൻ കഴിയില്ല. പിന്നീട് നമ്മുടെ ആൾക്കാര് അവരിപ്പോ ടീമായിട്ട് ഭയങ്കര കാര്യമായിട്ട് കൂലങ്കക്ഷമായിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അത് കാണുമ്പോ ആ കുട്ടികള് അവര് കരുതും നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് അവർക്ക് നേരെ എന്തോ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഉടനെ ആ പിള്ളേര് അവരുടെ പവർ എടുത്ത് അങ്ങനെ ഫുൾ ടീമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. അത് കണ്ട ടീച്ചർ ആള് പേടിച്ച് വരച്ച് ഫ്രീസായിട്ട് അങ്ങനെ നിൽക്കും. അത് കാണുമ്പോ ഇപ്പൊ ചപ്രത്തലേന് അവൻ ഒരുപാട് ഹാപ്പി ആവും. അങ്ങനെ 2 ടീമും വമ്പം പവറൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.